ദൈവം ചലിക്കാനാവാത്ത പൂക്കളെ പൂമ്പാറ്റകളാൽ ഒന്നിപ്പിച്ചു. ചലിക്കുന്ന പൂക്കളെ നിങ്ങൾക്ക് ദൈവം പൂമ്പാറ്റയെ പ്രേമമെന്ന വികാരമായി നൽകി. നമ്മള് ഫസ്റ്റ് ടിക്ടോക്ക് വഴിയാണ് ആദ്യം കാണുന്നത്. ടിക്ടോക്കിൽ ഞാൻ ക്രൈസ്റ്റ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ക്രൈസ്റ്റ് കോളേജിൻ്റെ യൂണിഫോം ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ ആ യൂണിഫോമിൽ ഞാനൊരു ടിക്ടോക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായോ ഇത് തലശ്ശേരി ഭാഗത്തുള്ള ഏതോ ഒരു സാധനമാണ്. അങ്ങനെ എനിക്ക് റിക്വസ്റ്റ് എല്ലാം ഇട്ട് അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുക. கொஞ்சி கொஞ்சி பேசி துள்ளி செல்லும் என் அழகே சின்ன சின்ன பாவை கொஞ்சி கொஞ்சி பேசி துள்ளி செல்லும் என் அழகே. പ്രപ്പോസ് ചെയ്ത് കുറച്ച് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അതിനുശേഷം ഞാൻ പ്രപ്പോസ് ചെയ്ത് നല്ല അന്തസ്സായിട്ട് ഞാൻ റിജക്ട് ചെയ്ത് പിന്നെ ഒരു വിവരം ഉണ്ടായിട്ടില്ല. 2 മാസത്തേക്ക് ഒരു വിവരം 2-3 ഒരു 5-6 മാസത്തേക്ക് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഒരു ജസ്റ്റ് ഹായ് ബൈ ഫ്രണ്ട് മാത്രമേ. വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ റിപ്ലൈ കൊടുക്കുന്ന അങ്ങനത്തെ ഒരാൾ. പിന്നെ എല്ലാ ഒരു ദിവസം അങ്ങനെ അത് സംഭവിച്ചു. ഭയങ്കര പാവാ. എന്നാലും ഞാനാന്ന് തോന്നും കുറച്ചും കൂടി ഭയങ്കര ആള് ഭയങ്കര പാവാ അല്ലേ? എന്നെ നോക്കൂലടാ ഞാനാണോ? ഇത്രയും കാലം നോക്കിയിട്ടില്ല. പാട്ട് എനിക്ക് അങ്ങനെ വരൂല. പാട്ട് പാടാൻ അറിയാം. അതിനെന്ത് ചിരിക്കണത്? ഞാൻ കോമ്പറ്റീഷനൊക്കെ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചാ? ഇല്ല. ഏത് പാട്ടാ പാടാ? പിടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീലയെങ്കിലിന്നിലെ പ്രകാശമില്ലിനി മിഴിനീരു പെയ്ത മാറിയിൽ കെടാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊന്തിരി. പിന്നെ അവസാനം ഫൈനലി അങ്ങനെ പെണ്ണ് കാണലായി, അവസാനം കല്യാണമായി. അങ്ങനെ എനിക്ക് വേണ്ടി പാവം ചെക്കൻ ഗൾഫിലെല്ലാം പോയി. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഇതാ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. புது ராகம் போலே என்றென்றும் உன்னை காதல் செய்யவா